everyone, so welcome back to your class. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ MS യൂണിവേഴ്സിറ്റിയിൽ വരുന്ന Bcomലെ 4th സെമ്മിലെ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ടെക്നോളജിയിലെ യൂണിറ്റ് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ യൂണിറ്റ് 2 ഈസ് ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പേയ്മെന്റ്സ്. ഓക്കെ, അതാണ് നമ്മുടെ യൂണിറ്റ് 2 വരുന്നത്. ഫിനാൻഷ്യൽ ടെക്നോളജി അഥവാ ഫിൻടെക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഫിൻടെക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി വിത്ത് ഫിനാൻഷ്യൽ സർവീസ് അഥവാ എന്താണ്? അതായത് ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ കൂടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ഫിനാൻഷ്യൽ ടെക്നോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൻടെക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നമുക്ക് പണ്ട് എന്തുണ്ട്, ബാങ്ക്, ഇൻഷുറൻസ്, അങ്ങനെ ലോണൊക്കെ അതൊക്കെ മാനുവൽ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒരുപാട് ക്യൂ നിൽക്കണം, ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് എന്താണ്, നമുക്ക് ഫോണിലൂടെ തന്നെ അല്ലെ, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെ അഥവാ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് എന്താ അതെല്ലാം ഡിജിറ്റൽ ആക്കി മാറ്റപ്പെടുന്നതിനെയാണ്, അഥവാ ഒരു ഫിനാൻഷ്യൽ പ്ലസ് ടെക്നോളജി കോംബോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ നമുക്ക് ഇതിൽ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന് സ്പീഡാണ്. ഓക്കെ, വളരെ സ്പീഡിലോട് വളരെ വേഗതയോട് നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ എഫിഷ്യൻസിയിലെ കൂടുതൽ ജോലി എന്തുണ്ട്, കുറവ് ആളുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത്. ദെൻ ആക്യുറസിയിലെ, ആക്യുറസി പറയുമ്പോൾ എന്താ, അത് അത്യാവശ്യം എററൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ദെൻ കസ്റ്റമർ എക്സ്പീരിയൻസിലെ നല്ല രീതിയിലുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. ദെൻ നമുക്ക് എന്തുണ്ട്, ബാങ്കിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. ദെൻ ഇൻഷുറൻസിന്റെ ഇതിൽ, അതേപോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇതിൽ. ഓക്കെ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ടെക്നോളജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. ഓക്കെ, എന്താണ് AI ഇൻ ഫിനാൻഷ്യൽ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് AI ഇൻ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് ബാങ്കിൽ എന്തുണ്ടാവും, മാനേജർ ആണ് എന്ത് ചെയ്യണത്, തീരുമാനിക്കുന്നത് അല്ലെ, ഇയാൾക്ക് ലോൺ കൊടുക്കണോ അതോ ഇയാൾ ഫ്രോഡ് ആണോ, ഇയാൾക്ക് ലോൺ കൊടുത്താൽ തിരിച്ചടക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഉള്ളത് അല്ലെ. പക്ഷെ ഇന്ന് അതെന്താണ്, നമ്മൾ AI അഥവാ കമ്പ്യൂട്ടർ ആണ് എന്ത് ചെയ്യണത്, അത് ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അല്ലെ. കമ്പ്യൂട്ടർ അവരുടെ ഡാറ്റ നോക്കി, കമ്പ്യൂട്ടർ അവരുടെ സിബിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത്, ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് അതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഫിൻടെക്കിൽ AIന്റെ ഇതിൽ നമ്മൾ വരുന്ന അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന എന്താണ്, ചാറ്റ് ബോട്ട് ആണ് അല്ലെ. ചാറ്റ് ബോട്ട്, അതേപോലെ എന്താണ്, വിർച്വൽ അസിസ്റ്റൻസ്. ഓക്കെ, ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ബാങ്കിന്റെ കോൾ സെന്ററിന്റെ മനുഷ്യന് പകരം AI ആണ് ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്നത് അല്ലെ. അതേപോലെ നമുക്ക് 24/7 ആയിട്ടില്ലേ, നമുക്ക് ഏത് ടൈമിലും നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ പിന്നെ വരുന്നത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക അല്ലെ, എന്തെങ്കിലും അല്ലെ, അതായത് AIന്റെ ഒരു നോർമൽ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കാർഡൊക്കെ ആരെങ്കിലും മോഷ്ടിക്കുക അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ AI സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആൾസോ ക്രെഡിറ്റ് സ്കോറിംഗ് ആണ്. ക്രെഡിറ്റ് സ്കോറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിബിൽ സ്കോർ പോലുള്ളതാണ് പറയുന്നത്. അതായത് എന്താ, ഒരാൾക്ക് ലോൺ കൊടുക്കണോ വേണ്ട എന്നൊക്കെ ആരെ തീരുമാനിക്കണം, AI ആണ് തീരുമാനിക്കണം അല്ലെ. അതെന്താണ്, നമ്മുടെ സിബിൽ സ്കോർ മാത്രം നോക്കിയിട്ട് അവർ തീരുമാനിക്കപ്പെടുന്നതിനാണ് അത് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരുന്നത് ഇതില് നെക്സ്റ്റ് ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് AI ഉള്ളതുകൊണ്ട് തന്നെ എന്തില്ല, ഒരുപാട് തരത്തിലുള്ള റിസ്കുകൾ നമ്മൾ അഫോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. എന്താണ്, നമുക്ക് റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായി മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനും അഥവാ തീരുമാനങ്ങൾ എടുക്കാനും, അതേപോലെ എന്താണ്, നമുക്ക് എല്ലാ രീതിയിലുള്ള ഓട്ടോമേഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ലേ. അതായത് മനുഷ്യൻ ചെയ്യുന്നത് എന്താ, റിപ്പീറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, AI തന്നെ ജോലി ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, AIന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയുന്നതാണ് മെഷീൻ ലേണിംഗ് ഇൻ ഫിൻടെക്. ഓക്കെ, എന്തൊക്കെയാണ് ഫിൻടെക്കിൽ വരുന്ന മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സെറ്റ് ഓഫ് AI ദാറ്റ് ലേൺസ് ഫ്രം ഡാറ്റ എന്ന് പറയും. ഓക്കെ, അഥവാ എന്താ പറയുന്നത്, നമ്മൾ ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന AIയുടെ ഒരു എന്താണ്, ഒരു ഭാഗം തന്നെയാണ് എന്ത് പറയുന്നത്, ഈ മെഷീൻ ലേണിംഗിൽ പറയുന്നത്. ഓക്കെ, അഥവാ എന്താണ്, നമ്മൾ ഡാറ്റ, അതായത് നമുക്ക് 4 കാര്യങ്ങളിലൂടെയാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിലൊന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് അനാലിസിസ്. പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നാളെ എന്ത് സംഭവിക്കും എന്ന് ഡാറ്റ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുക. അഥവാ ഒരു ജോൾസിന് നല്ല ഒരു മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത്
ദാറ്റ് ഈസ് കസ്റ്റമർ ബിഹേവിയർ അനാലിസിസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ പണം സ്പെൻഡ് ചെയ്യണം, ഓക്കെ, എങ്ങനെ നോക്കണം, എങ്ങനെ അത് പഠിക്കണം, ഓക്കെ, ഇതെല്ലാം നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ ബിഹേവിയർ അനാലിസിസിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ലോൺ ഡീഫോൾട്ട് പ്രഡിക്ഷൻ. ഓക്കെ, ലോൺ കൊടുത്ത ആൾ അത് എന്ത് ചെയ്യാണ്, അത് ആ ലോൺ കൊണ്ട് ആള് മുങ്ങോ, ഓക്കെ, ഇങ്ങനെയുള്ളതിലെ അതായത് എന്താ അയാളുടെ സിബിൽ സ്കോർ എത്ര, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതാക്കുന്നതാണ് ലോൺ ഡീഫോൾട്ട് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് അലോഗരിതം ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഷെയർ മാർക്കറ്റിൽ മനുഷ്യന് പകരം എന്ത് ചെയ്യാണ് ഈ ഒരു മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയർ ടാബിൾ വെച്ച് ട്രേഡ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത് എന്ത്, അലോഗരിതം ടാബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ ഇംപ്രൂവ് ആക്യുറസി ഓവർ ടൈം എന്ന് പറയുന്നുണ്ട് അല്ലെ, അത് എന്താ കാലക്രമേണ നമ്മളെ കൃത്യത മെച്ചപ്പെടുത്തുന്ന രീതി എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് ഡാറ്റ കിട്ടും തോറും എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ കിട്ടും തോറും എന്ത് ചെയ്യാണ് മനുഷ്യന് എന്ത് ചെയ്യുക, അഥവാ ഡാറ്റ കിട്ടുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മെഷീൻ ലേണിംഗിൽ നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത് മെഷീൻ ലേണിംഗ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിങ്. ഓക്കെ, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് വന്നത് ഓട്ടോമാറ്റഡ് ഓഡിറ്റിംഗ് ആണ്. ഓട്ടോമാറ്റഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ കണക്ക് ബുക്ക് മുഴുവൻ നോക്കി തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു പണിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഓട്ടോമാറ്റഡ് ഓഡിറ്റിംഗ്. ഓക്കെ, ഇത് ആരാണ് ചെയ്യുക, മെഷീൻ ലേണിംഗ് ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, വിത്തിൻ ഒരു കുറഞ്ഞ ഹവറിൽ ഇവർ എന്ത് തെറ്റുണ്ടെങ്കിലും അത് ഓഡിറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ വന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം. ഓക്കെ, പിന്നെ പറയുന്നത് എക്സ്പെൻസ് കാറ്റഗറൈസ് ചെയ്യുക അല്ലെ. നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 500 ട്രാൻസാക്ഷൻ ആണ് ഉണ്ടെങ്കിൽ അത് ഫുഡിനാണോ പെട്രോളിനാണോ അതോ റെന്റ് കൊടുക്കാനാണോ നമ്മളെ സാലറി ആണോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യും ഈ മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും ഓട്ടോസോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാം നമ്മൾ മാനുവൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് പറയുന്നത് എക്സ്പെൻസ് കാറ്റഗറൈസേഷനിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഫോർകാസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓക്കെ, അതായത് എന്താ അടുത്ത മാസം നമ്മളെ കമ്പനിയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകോ ഇല്ല എന്നൊക്കെ എന്ത് ചെയ്യാണ് മുൻകൂട്ടി മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യാണ് മുൻകൂട്ടി പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിറ്റക്ടിങ് അനോമലീസ് ആൻഡ് ഫ്രോഡ് ആണ് പറയുന്നത്. അതായത് നമ്മളെ കണക്കിൽ ഇത് ശരിയല്ലല്ലോ എന്നുള്ള തോന്നുന്ന ഐറ്റം എന്ത് ചെയ്യാണ് മെഷീൻ ലേണിംഗ് ആണ് എന്ത് ചെയ്യണത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് ഈ ഓരോ എംപ്ലോയീസ് എന്തെങ്കിലും തിരിമറിക്ക് നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവരെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലേ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് റെഡ്യൂസ് മാനുവൽ എറേഴ്സ് ആൻഡ് കോസ്റ്റ് ആണ് പറയുന്നത്. അതെന്താണ്, അതായത് നമ്മളെ ഫൈനൽ ബെനിഫിറ്റ് മനുഷ്യൻ എന്ത് ചെയ്യുണ്ടാവും, മനുഷ്യന് ചിലപ്പോൾ എന്ത് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കാറുണ്ട്. പക്ഷേ മെഷീൻ ലേണിംഗ് എന്തില്ല അങ്ങനെ തെറ്റുകൾ സംഭവിക്കാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിലെ മെഷീൻ ലേണിംഗിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടേം ആണ് റോബോട്ടിക്, ദാറ്റ് ഈസ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് എന്താ പറയുന്നത് നമ്മൾ എന്താണ് ഇപ്പൊ നമുക്കറിയാം എല്ലാത്തും അതായത് ഒരുപാട് സ്ഥലത്തൊക്കെ എന്താ റോബോട്ടിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യൽ തുടങ്ങിയില്ലേ, എല്ലാതും എന്താണ് ഒരു റോബോട്ടിക് സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഡാറ്റ എൻട്രി അല്ലേ, നമ്മൾ എന്ത് ഫോമിൽ നിന്ന് നമ്മൾ ടാലിയിലേക്കും എക്സലിൽ നിന്ന് നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ ഡാറ്റ അടിക്കുന്നുണ്ട്. അതെന്താണ് ഇതിന്റെ ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാം. പിന്നെ റെക്കൺസിലിയേഷൻ ആണ് പറയുന്നത്. അതെന്താ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കമ്പനി ബുക്സോ എന്ത് ചെയ്യാണ് രണ്ടും മാച്ച് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പണിയാണ് എന്ത് പറയുന്നത്, അതെന്തുണ്ട് അതൊക്കെ എന്തുണ്ട് ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുണ്ടാവുക അടുത്തത് പറഞ്ഞാല് കോംപ്ലയൻസ് റിപ്പോർട്ടിംഗ് അല്ലെ, അതേപോലെ എന്തുണ്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത് ഇന്നത്തെ കാലത്ത് റോബോട്ടിക് ആയിട്ടുള്ള ദാറ്റ് ഈസ് പ്രോസസ് ഓട്ടോമേഷനിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ആണ്, ദെൻ ആക്യുറസി ഉണ്ട്, ദെൻ കോസ്റ്റ് എഫിഷ്യൻസി. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ എന്താണ് ദാറ്റ് ഈസ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫിനാൻഷ്യൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ഫിനാൻഷ്യൽ ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ, എന്തിനാണ് ഈ ഫിനാൻഷ്യൽ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ഇൻസൈറ്റ്. ഓക്കെ, എന്താ പറയുന്നത് ദാറ്റ് ഈസ് ഉൾക്കാഴ്ചക്കായിട്ട് നമ്മളൊരു സാമ്പത്തിക ഡാറ്റയുടെ വിശകലനത്തെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ ഇതിൽ എന്തൊക്കെ ഉണ്ട്, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്, അഥവാ നിക്ഷേപം തീരുമാനിക്കുക, ഏത് ഷെയർ വാങ്ങണം, ഏത് മ്യൂച്വൽ ഫണ്ട് ആണ് നല്ലത്, എപ്പോ വാങ്ങണം, ഓക്കെ, അതൊക്കെ ഡാറ്റ നോക്കി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിസ്ക് അസസ്മെന്റ് ആണ്, അഥവാ എന്താണ്
നമുക്കിത് ചെയ്താൽ നഷ്ടം വരുമോ എന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, പെർഫോമൻസ് മെഷർമെന്റ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ പെർഫോമൻസ് ഉള്ളത്, എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളത്, അതൊക്കെ മുൻകൂട്ടി നോക്കി തീരുമാനിക്കപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, പെർഫോമൻസ്. അഥവാ നമ്മുടെ കമ്പനിയോ അഥവാ ഇൻവെസ്റ്റ്മെന്റോ എന്താ നന്നായി പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കപ്പെടുന്നതിന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ വെറുതെ എന്ത് ചെയ്യുക, കണ്ണുകൊണ്ട് നോക്കല്ലേ ചെയ്യേണ്ടത് അല്ലേ, നമ്മളെന്താ നമ്മളെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണോ നമ്മൾ എന്ത് ചെയ്യണത്, ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യപ്പെടുന്നത് അഥവാ അത് യൂസ് ചെയ്യുന്നത് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടൂളിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ടേം വരുന്നതാണ് ഡാറ്റ സൈസ് ആൻഡ് ബിഗ് ഡാറ്റ ഇൻ ഫിൻടെക് എന്ന് പറയും. ഓക്കെ, എന്താ പറയുക, നമുക്കറിയാം ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ എന്താണ്, എക്സലിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ നമ്മൾ ഡാറ്റ അല്ലെ, അത് PB കണക്കിന്, നമ്മൾ GB കണക്കില്ല, PB കണക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ ഡാറ്റ സൈസ് എക്സ്ട്രാക്ട് മീനിങ്ഫുൾ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതെന്താ, ഒരു വലിയ കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് പേഴ്സണലൈസ് ചെയ്യാന്, അതേപോലെ ഫ്രോഡ് അനലിറ്റ് ചെയ്യാന്, മാർക്കറ്റിൽ നമ്മൾ ട്രെൻഡുകൾ പ്രഡിക്ഷൻ ചെയ്യാന്, ഓക്കെ, അതേപോലെ നമുക്ക് എന്താ തീരുമാനങ്ങളിലെ കറക്റ്റ് സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഡിജിറ്റൽ പേയ്മെന്റ്. ഓക്കെ, നമ്മൾ ക്യാഷ് അല്ലാതെ ഇലക്ട്രോണിക്കലി നമ്മൾ പേയ്മെന്റ് ചെയ്യപ്പെടുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറയാം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ വാലറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, UPI സിസ്റ്റം അല്ലെ, നമ്മൾ ഫോൺ പേ, അതേപോലെ GPay അല്ലെ, ഗൂഗിൾ പേ പോലെയുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറയുന്നതാണ് ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഇത് എന്താ പറഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറഞ്ഞാൽ, ഇത് ഭയങ്കര ഫാസ്റ്റർ ആണ്, ദെൻ സേഫർ ആൻഡ് കൺവീനിയന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് എക്കോസിസ്റ്റം. ഓക്കെ, എന്താണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാം നമ്മൾ പണ്ട് എന്താണ് ബാങ്കിൽ പോയിട്ടാണ് ചെയ്തിരുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് എന്താ അതിന്റെ ആവശ്യമില്ല, ബാങ്കിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് ആപ്പ് വഴി എന്ത് ചെയ്യും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിനാണ് എന്ത് പറയുന്നത്, DFS എന്ന് പറയുന്നത്, അഥവാ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉണ്ട്, സേവിങ്സ് നോക്കാം, ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് ക്രെഡിറ്റ് വരുമ്പോൾ ലോണിന്റെ കാര്യങ്ങളിലെ ഇതെല്ലാം നോക്കാം. ആൻഡ് നമ്മൾ ഇൻഷുറൻസ് പറയുമ്പോൾ നമ്മളെ ഹെൽത്ത് ആയിട്ടും ബാങ്ക് ആയിട്ടും നമ്മൾ ഏത് ടൈപ്പ് ആയിട്ടുള്ളതും നമുക്ക് നോക്കാം. ആൻഡ് ആൾസോ ഇതിന്റെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക് ആണ്. ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാങ്ക് നമ്മളെ DFSന്റെ ഏറ്റവും ഒരു ബാക്ക് ബോൺ തന്നെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പൈസ എന്ത് ചെയ്യാണ്, ബാങ്കിൽ തന്നെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ഒരു ആപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഫിൻടെക് കമ്പനീസുകളാണ്, അഥവാ ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനീസുകൾ ഉണ്ട്. ആൻഡ് ആൾസോ പിന്നെന്താ ടെലികോം ഓപ്പറേറ്റേഴ്സ്, അതേപോലെ റെഗുലേറ്റേഴ്സ്, ഇവരൊക്കെ ഇതിൽ വരുന്നതാണ് ഈ DFSന്റെ ഒരു കീ പ്ലെയേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നവരാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് RTGS നെറ്റ്വർക്ക്, അഥവാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയും. ഓക്കെ, എന്താ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് എത്രയും വേഗം സെറ്റിലാക്കാൻ പറ്റുന്നതിലെ റിയൽ ടൈം ആയിട്ട്, അത് ഓരോ സെക്കൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് പറയുന്നത്, റിയൽ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ നമുക്ക് ഹൈ വാല്യൂ ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ നമുക്ക് റിയൽ ടൈമിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ ഇത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് RBI സിസ്റ്റം ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഫിൻടെക്കിലൂടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതേപോലെ AI കുറിച്ചിട്ട്, മെഷീൻ ലേണിംഗ്, ഇത് നമ്മൾ ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിറ്റിക്സ്, ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് അഥവാ DFS എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ആൻഡ് ആൾസോ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.